സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇന്ന് വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖറാന തിരുനാളാണ്. തിരുനാളുടെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമേ തന്നെ സ്നേഹപൂർവ്വം നേരുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായോട് നമുക്ക് എന്നും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദുഃഖറാന എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നുള്ളതാണ്. എന്തിന്റെ ഓർമ്മയാണ്? വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ അല്ലെങ്കിൽ ഭാരത കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന്റെ പിതാവായ തോമസ് ലീഹായെ കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. തോമസ് ലീഹയെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ തോമസ് ലീഹയുടെ വിശ്വാസ ജീവിതം നമുക്കൊരു മാതൃകയാകേണ്ടതാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ തോമസ് ലീഹ മാത്രമില്ലാത്ത ഒരു സമയത്ത് ഈശോ ബാക്കിയുള്ള ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മളൊന്ന് തോമസ് ലീഹയുടെ ആ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരുപാട് സ്നേഹിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ തന്നെ ഈശോയെ സ്നേഹിച്ച ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ മാത്രം ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ബാക്കിയുള്ളവർക്ക് ഉദ്ധിതന്റെ ഒരു ദർശനം കിട്ടുകയാണ് എന്ന് മാത്രം തോമസ് ലീഹ ആ ഒരു മൊമെന്റ് മിസ് ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയത്. അതുകൊണ്ടാണ് തോമസ് ലീഹ ചെറിയൊരു വാശിയൊക്കെ പിടിക്കുന്നത്. നമ്മൾ കൊച്ചുരേസയുടെ ജീവിതത്തിലും അതുപോലുള്ള മറ്റു വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാശിയൊക്കെ നമ്മൾ കാണും. വിശ്വാസ ജീവിതത്തില് ഒരു വാശി, ആ വാശിക്ക് മുമ്പിൽ ഈശോ തോറ്റു കൊടുക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ഈശോ ഏറ്റവും ഒടുവിൽ പറയുകയാണ്, തോമസ് നീ കണ്ടതുകൊണ്ട് തന്നെ വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. നമ്മളുള്ളവർ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ തോമസ് ലീഹയെ പോലെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില വാശികളും ഉണ്ടാകട്ടെ. ഈശോയോട് അത്തരത്തില് വാശി പിടിക്കണമെന്നുണ്ടെങ്കിൽ അഗാധമായൊരു സ്നേഹം വേണം. ഒരു വെറുപ്പിന്റെ ഒരു അവസരത്തിലൊന്നും ഒരാളും വാശി പിടിക്കാറില്ല. ഈ തോമസ് ലീഹയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന, വിശ്വാസ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. ദൈവത്തോട് അഗാധമായൊരു സ്നേഹം ഉണ്ടെങ്കിലേ തോമസ് ലീഹയെ പോലെ കൊച്ചുരേസയെ പോലെ വാശി പിടിച്ച് ദൈവത്തിന് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം, ഈ തിരുനാൾ ദിവസം, തോമസ് ലീഹയെ പോലെ നല്ല സ്നേഹത്തിൽ അടിയുറച്ച് ഒരു വിശ്വാസ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.